ക്രിക്കറ്റിനോടുള്ള അഭിരുചി, വ്യത്യസ്ത ഭക്ഷണങ്ങളുടെ നല്ല രുചി, തിരുവനന്തപുരത്തുകാരുടെ ഇഷ്ടപ്പെട്ട രുചിയിടത്തിലേക്ക് ജമീമയും അരുന്ധതിയും എത്തി. I had a wonderful time at Imperial Kitchen. I think the food was outstanding, one of the best foods I've ever eaten in my life. I've roamed to a lot of places abroad also, but I think this is one of the best foods I've eaten. Especially we ate some prawns we ate over here, which was my favorite. And also more than anything, I think the warmth and the love I felt here, the way we were treated, I think was something I will remember forever. So thank you so much for having us. അവർ ഒത്തിരി ട്രാവൽ ചെയ്ത ആൾക്കാരാണ്, അവർ വേൾഡ് മുഴുവൻ ട്രാവൽ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഫുഡ് കഴിക്കുമ്പം അവർ ആ ഒരു ക്വാളിറ്റി നമ്മുടെ അടുത്ത് നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ അഭിമാനമാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ഫീൽഡിംഗ് പരിശീലകൻ ബിജു ജോർജിനൊപ്പമാണ് താരങ്ങൾ ഭക്ഷണം കഴിക്കാനെത്തിയത്. അവർക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചു. അവരതിൽ ഹാപ്പി ആയിരുന്നു, നമ്മളതിൽ അതിലേറെ ഹാപ്പി ആയിരുന്നു. ക്രിക്കറ്റ് ടീമിൽ ഒരുക്കിയ ഫുഡ് ഫ്ലോറിലാണ് ഇംപീരിയൽ അതിഥികൾക്ക് ഭക്ഷണം വിളമ്പുന്നത്. ഇംപീരിയലിന്റെ രുചിപ്പെരുമയറിഞ്ഞെത്തുന്ന ക്രിക്കറ്റ് താരങ്ങൾ നിരവധിയാണ്. തലസ്ഥാനത്തെത്തുന്ന അന്താരാഷ്ട്ര ടീമുകൾക്ക് ഭക്ഷണം വിളമ്പുന്നത് മുതൽ സൂപ്പർ താരങ്ങളുടെ ഫേവറേറ്റ് ഓപ്ഷനായും ഇന്ന് ഇംപീരിയൽ മാറിയിരിക്കുന്നു. സഞ്ജു ആണെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത്, ആ സമയമാണല്ലോ നമ്മൾ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കിച്ചൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കറ്റൊന്നും ഇല്ല. ആ സമയത്ത് സഞ്ജുവിന് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. അപ്പോൾ സഞ്ജു ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് ജിമ്മൊക്കെ സ്പെഷ്യൽ പെർമിഷൻ ഓണാക്കി. അപ്പോൾ സഞ്ജുവിന് ഫുഡ് വേണ്ടിയിട്ട് സഞ്ജുവിൻ്റെ ആ സമയത്ത് ആ ഡയറ്റ് ഫുള്ള് സഞ്ജു പറയായിരുന്നു. എത്രയോ നാൾ ആ ലോക്ക്ഡൗൺ സമയത്ത് ഈ നമ്മുടെ ഡയറ്റിൽ നമ്മുടെ ഷെഫ് ക്രിസ്റ്റോ ആണ്, പുള്ളിയാണ് ഇതെല്ലാം ചെയ്ത് പോയത്. രുചിയുടെ ഓൾറൗണ്ട് മികവാണ് ഇംപീരിയൽ കിച്ചണിൽ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.